ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 6-ാം തിരുലിഖിതം. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം. മനുഷ്യൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് അവർക്ക് സിദ്ധികൾ നൽകി. ഹല്ലേലൂയ. മനുഷ്യൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് അവർക്ക് സിദ്ധികൾ നൽകി, കഴിവുകൾ നൽകി ഉയർത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഏക മനസ്സോടുകൂടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് ഹൃദയം കൂട്ടായ്മയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി പ്രവഹിക്കും എന്നുള്ളത് നിസ്തർക്കമായൊരു സംഗതിയാണ്. 2 കരങ്ങളും തുറന്ന് പിടിച്ച് കണ്ണുകൾ അടച്ച് ഓരോ മകനും മകളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തിരക്കുകളുടെ ഇടയിൽ നിന്ന് കർത്താവ് നമ്മളെ പ്രത്യേകം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. എല്ലാ മക്കളും കരങ്ങൾ തുറന്നു പിടിച്ച് എളിമയോടെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവൻ അത് ഗ്രഹിക്കുന്നുമില്ല. ഓ സ്വർഗീയ പിതാവേ, ലോകപ്രകാരം ചിന്തിച്ച് ലോകപ്രകാരം ജീവിച്ച് ലോകാരൂപിക്ക് അടിമപ്പെട്ട് ദൈവവചനം ഗ്രഹിക്കാനോ ദൈവിക ഇടപെടൽ തിരിച്ചറിയാനോ കഴിയാതെ മന്ദീഭവിച്ചു പോയ ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. സാത്താൻ അടച്ചു വെച്ചിരിക്കുന്ന ഹൃദയങ്ങൾ, ലോകാരൂപി അടച്ചു വെച്ചിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഓ സ്വർഗീയ പിതാവേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ ലോകത്തോട് കൂട്ടുകൂടി ലോകത്തോട് കെട്ടിപ്പിണഞ്ഞ് ഇന്ന് ആത്മീയമായി ദുർബലപ്പെട്ടിരിക്കുന്ന ഓരോ മകനിലേക്കും അത്ഭുതാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തോട് മല്ലടിക്കുന്ന എല്ലാ ദുർശക്തികളും ശരീരങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, പിശാചിനെ എതിർത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ദൈവത്തിന് വിധേയരായിരിക്കുവിൻ. ഓ പിതാവേ, ഇപ്പോൾ ഈ സമൂഹത്തിൽ ഓരോ തരത്തിലുള്ള ദുർപീഡകളാലും ദുർബാധകളാലും ദുർഭൂതങ്ങളാലും ഭാരപ്പെടുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും, ഓരോ മകനിൽ നിന്നും, ഓരോ മകളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും അന്ധകാരത്തിന് ആധിപത്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 3:34. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ആത്മാവിന്റെ സമൃദ്ധി ഈ സമൂഹത്തിന്റെ മേൽ അതിശയകരമായി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ
6-ാമത്തെ തിരുലിഖിതം മനുഷ്യൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് അവർക്ക് സിദ്ധികൾ നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, മനുഷ്യർക്ക് കഴിവുകൾ നൽകുന്നതിൽ ആനന്ദിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്കിത് പുറപ്പാടിൻ്റെ പുസ്തകം മുതലൊന്ന് പരിശോധിച്ച് വരാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 30 മുതൽ 34 വരെയുള്ള തിരുലിഖിതങ്ങൾ, വിശുദ്ധ ലിഖിതം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ബസാലേൽ എന്ന് പറഞ്ഞൊരു ദൈവ പൈതലിനെ കുറിച്ച് മോശപ്രവാചകൻ സമൂഹത്തിന് ടെസ്റ്റിമണി, ഒരു ബോധ്യം കൊടുക്കുകയാണ്. ഇതാ കർത്താവ് ബസാലേലിനെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താ കാരണം? മോശപ്രവാചകൻ ബസാലേലിനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം എന്താണ്? 31-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് അവനിൽ ദൈവീക ചൈതന്യം നിറച്ചു. അവനിൽ എന്തൊക്കെയോ ചില ശക്തിവിശേഷങ്ങൾ, അവൻ എന്തൊക്കെയോ ചില കഴിവുകൾ, അവൻ എന്തൊക്കെയോ ചില പ്രത്യേക മികവ് അവൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ മികവിനെ കുറിച്ച് മോശപ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, കർത്താവ് അവനിൽ ദൈവീക ചൈതന്യം നിവേശിപ്പിച്ചിരിക്കുന്നു, ദൈവിക ചൈതന്യം അവനിൽ നിറച്ചിരിക്കുന്നു. അവിടുന്ന് ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത വാക്യം, അവന് സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരുപാട് കഴിവ്, കല, കൊത്തുരൂപങ്ങൾ, ചിത്രം വര, അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിട്ട് ബസാലേലിനെ കർത്താവ് ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുടുംബത്തിലില്ല ഇങ്ങനത്തെ ആളുകൾ? നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവർ, നന്നായിട്ട് പാടാൻ കഴിവുള്ളവർ, നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവർ. ബൈബിൾ പഠിപ്പിച്ചിരിക്കുകയാണ്, ദൈവിക ചൈതന്യം ദൈവം അവനിൽ നിറച്ചിരിക്കുന്നു. ഇവന് പ്രത്യേകമായ കഴിവ് എന്താണ്? ഇവന് കലാരൂപങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, കൊത്തുരൂപങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ചിത്രപ്പണികൾക്കുള്ള കഴിവ്. അതൊരു നിസ്സാര കാര്യമല്ല. ദൈവം തൻ്റെ ചൈതന്യം അവനിൽ നിറച്ചിരിക്കുന്നു എന്ന് മോശ അവനെക്കുറിച്ച് ടെസ്റ്റിഫൈ ചെയ്യുകയാണ്. തുടർന്നുള്ള വചനം 34-ാമത്തെ തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹീസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു. അപ്പോൾ ചിത്രം വരയ്ക്കുള്ള കഴിവ്, കൊത്തുപണിക്കുള്ള കഴിവ്, ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മറ്റൊരു കഴിവും ഇവർക്ക് കർത്താവ് നൽകി. നോക്ക്, ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ കഴിവുകൾ ദൈവം നൽകിയതാണ് എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത് നമ്മുടെ സ്വന്തം മേന്മ കൊണ്ടല്ല, ദൈവം ആ കഴിവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള കഴിവ് ഇവർക്ക് കർത്താവ് കൊടുത്ത്. വീണ്ടും 35-ാമത്തെ വാക്യം, കൊത്തുപണിക്കാരനോ രൂപസംവിധായകനോ നീലം, ധൂമറം, കടും ചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വ്യക്തികളെ ദൈവം സമൂഹത്തിന് മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന ഒരു വഴിയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞു. അവർക്ക് തികഞ്ഞ കഴിവ് കൊടുത്ത് സമൂഹത്തിന് മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പേരെ സംഘടിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, അതുമല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ, അതുമല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ, അല്ലെങ്കിൽ രോഗികളെ സുഖപ്പെടുത്താൻ, അതുമല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാൻ, പ്രസംഗിക്കാൻ, പാടാൻ, ചിത്രപ്പണികൾ ചെയ്യാൻ, ഇങ്ങനെ ഓരോ മേഖലകളിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ ചൈതന്യം കൊണ്ട് നിറച്ച് ഇന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഇത് ദൈവം ഓരോ മനുഷ്യനിലും
സ്വർഗത്തിൽ നിന്ന് നിറച്ച് വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ മഹത്വപ്പെടേണ്ടതിന് അവൻ അവർക്ക് സിദ്ധികൾ നൽകി. ഹല്ലേലൂയ. അവൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കഴിവുകളും പിതാവായ ദൈവം എന്നിലും നിങ്ങളിലും മഹത്വപ്പെടേണ്ടതിന് സ്വർഗം നൽകിയിരിക്കുന്ന സിദ്ധികളാണ് എന്ന് തിരുലിഖിതം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നതിലും നിറയ്ക്കുന്നതിലും സന്തോഷിക്കുന്നവനാണ് സ്വർഗത്തിലെ പിതാവ്. ഇതാ മറ്റൊരു ദൈവ പൈതലിനെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം പഠിപ്പിക്കുകയാണ്. ദാവീദിന്റെ മകൻ സോളമൻ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായപ്പോൾ അവൻ്റെ എല്ലാ കഴിവും വളരെ നന്നായി പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് സോളമന് പൂർണ്ണമായ ആധിപത്യം കിട്ടി. സോളമൻ എന്ത് ചെയ്തു? ഇന്ന് വരെ ദൈവം തന്ന എല്ലാ കഴിവുകളെ ഓർത്ത് സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് 1000 ദഹനബലികൾ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാ കഴിവിനും ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്, ഇതാ ദൈവം സോളമന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിലെ 7 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചു കൊള്ളുക. സോളമൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു. എന്നെ അവൻ്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായി ജനത്തെ ഭരിക്കാൻ അവിടുന്ന് എന്നെ രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. സോളമൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്ക്. ഇതുവരെ നൽകിയ എല്ലാ കഴിവിനും ദൈവത്തിന് മഹത്വം കൊടുത്ത് 1000 ദഹനബലി അർപ്പിച്ച് ദൈവസന്നിധിയിൽ സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, സോളമൻ, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ചോദിക്കുക, നീക്ക് എന്ത് വരമാണ് വേണ്ടത്? സോളമൻ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുന്ന ഒരു ചിന്ത പങ്കുവെച്ച്, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. ഇത് ദൈവത്തെ ഒരുപാട് പ്രസാദിപ്പിച്ച്, ദൈവത്തിൻ്റെ മനസ്സ് പ്രസാദിച്ച് ദൈവം പറഞ്ഞു, നീ എന്നോട് സമ്പത്തോ ശത്രു നിഗ്രഹമോ ദീർഘായുസോ ഒന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിനക്ക് ഞാൻ ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, കൊടുക്കുന്ന ദൈവം അവൻ കഴിവ് കൊടുത്തു, ആധിപത്യം കൊടുത്തു, ജ്ഞാനം കൊടുത്തു. ഇതാ ജ്ഞാനവും അറിവും കഴിവും സമ്പത്തും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഞാൻ നിനക്ക് തരും. ദൈവം സോളമനോട് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോന്നും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതെല്ലാം സമാധാനത്തിന് കാരണമായി മാറുന്നത്. നമ്മൾ ലോകത്തിൽ നിന്ന് വെട്ടിപ്പിടിച്ചിട്ട് ആ വെട്ടിപ്പിടിക്കുന്നതെല്ലാം നമുക്ക് സമാധാനം തരും എന്ന് ചിന്തിക്കരുത്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഈ ലോകത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും തരും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം വാക്യം. വചനം പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്ന ദൈവമാണ്. അവൻ കഴിവുകൾ കൊടുക്കും. പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് പഠിക്കാനുള്ള കഴിവ് കൊടുക്കും. പഠിച്ചിട്ട് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കും. യെശയ്യാ പ്രവചനത്തിൽ 54-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്,
കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് പഠിക്കാനുള്ള ബുദ്ധിശക്തി കൊടുക്കും. ബുദ്ധി മൂടപ്പെട്ടിരിക്കുന്നവരുടെ ബുദ്ധി തെളിയിച്ചു കൊടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരാം. എന്ത് ദാവീദിന്റെ പ്രത്യേകത? അവന് മഹാമല്ലനായ ഗോലിയാത്തിനെ നേരിടേണ്ട ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായം 5-ാം വാക്യം, തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് ദൈവം അവൻ്റെ കരങ്ങളെ ശക്തമാക്കി. ഹല്ലേലൂയ. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ, ഒരു മഹാമല്ലനെ കൊല്ലുന്നതിന് ദൈവം അവൻ്റെ കരങ്ങളെ ശക്തി കൊടുത്ത് അനുഗ്രഹിച്ചു. അവൻ്റെ കൈകൾക്ക് ദൈവം ശക്തി കൊടുത്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അവിടെ സ്വർഗത്തിന് ശക്തി കൊടുത്ത് അവനെ മികവുറ്റവനാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ ബൈബിളിൽ കാണുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൽ അവൻ വിക്കനായതുകൊണ്ട് അവന് ജനസമൂഹത്തിൽ കുറച്ച് വില കുറയാൻ സാധ്യതയുള്ള ദൈവം കണ്ടു. യെശയ്യാ പുസ്തകത്തിൽ 63-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, തൻ്റെ മഹത്തരമായ ഭുജബലം മോശയുടെ വലതു കരത്തിൽ പകർന്നു കൊടുത്ത് അവനെ ബലപ്പെടുത്തിയ ദൈവം. ഇതാണ് യെശയ്യാ 63:12 ദൈവമക്കൾ മുമ്പിൽ വരയ്ക്കുന്നത്. തൻ്റെ മഹത്തരമായ ഭുജബലം ദൈവം മോശയുടെ കൈകളിലേക്ക് തൊട്ട് പകർന്നു കൊടുത്തങ്ങൾ അനുഗ്രഹിച്ച്. നോക്കിയേൻ, ബലഹീനതയിൽ ശക്തി കൊടുത്ത് അനുഗ്രഹിച്ച് അഡ്രസ് ഉണ്ടാക്കുന്ന ദൈവത്തെയാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. തോബിത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 10 തൊട്ട് 15 വരെ തിരുലിഖിതങ്ങൾ മറ്റൊരു ദൈവ പൈതലിനെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് എദിനായുടെയും ഋഗ്വേലിന്റെയും പുത്രിയായ സാറ. അവൾക്ക് 7 ഭർത്താക്കന്മാരെ ലഭിച്ചു. എന്നാൽ ആസ്മോദേവു എന്ന ദുഷ്ടഭൂതം ഈ 7 ഭർത്താക്കന്മാരെ കൊന്നുകളഞ്ഞു. വലിയ ദുഃഖത്തിലും വേദനയിലും ആ കുട്ടി ജീവിക്കുകയാണ്. ആ കുടുംബത്തിൽ വരുന്ന വേലക്കാരികൾ പോലും ഈ കുട്ടിയെ ചീത്ത വിളിക്കുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുകയാണ്. കണ്ണുനീര് കൊണ്ട് മൂടി ആരോടും മിണ്ടാട്ടില്ലാതെ വേദനിച്ചിരിക്കുന്ന കുട്ടി. ആ കുട്ടി ഒരു നാൾ ദുഃഖത്തിന് നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അങ്ങയുടെ തിരഗതമെങ്കിൽ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. വേദനയുടെ നടുവിൽ ആ കുട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരവുണ്ടായി. ആ കുടുംബത്തിന് ദുഃഖമകറ്റി ആ കുടുംബത്തെ വലിയ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ ദൂതൻ ആ കുടുംബത്തെ ഇടപെടുകയാണ്. ഇന്നും സാറ അനുസ്മരിക്കപ്പെടുന്നു. അവൾക്ക് വലിയ മഹത്വം കൊടുത്ത്, അവൾക്ക് വലിയ നിലയും തികവും കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും തരത്തിലുള്ള ബലഹീനതകളോ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖമോ തകർച്ചയുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അതിൽ തകർന്ന് തരിപ്പണമാകാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ ബലഹീനതയിൽ ദൈവത്തിന് ശക്തി പ്രകടമാക്കി, ആ തകർച്ചയിൽ ദൈവത്തിന്റെ ഇടപെടൽ പ്രകടമാക്കി, ആ രോഗത്തിൽ ആ ദുഃഖത്തിൽ ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുറവോ എതിർപ്പോ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തലോ വരുമ്പോൾ തകരരുത്. എതിർപ്പും ഒറ്റപ്പെടുത്തലും നേരിട്ട കാലബിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. പ്രിയ ദൈവമക്കളെ, എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴുള്ള കുറവ്, ഇപ്പോഴുള്ള തകർച്ച, ഇപ്പോഴുള്ള അഡ്രസ്സില്ലായ്മ, ഇപ്പോഴുള്ള വേദന, ഇപ്പോഴുള്ള ഒരു കഴിവില്ലായ്മ, ഞാൻ ഒന്നുമല്ലല്ലോ, എനിക്കൊരു കഴിവില്ലല്ലോ, ഇങ്ങനത്തെ ഒരു ചിന്ത, നീ അങ്ങനെ തകർന്ന് വേദനിച്ചിരിക്കരുത്. കഴിവുകൾ നൽകി ഉയർത്തുന്നതിൽ ആനന്ദിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. അവൻ കാലബിന് ശക്തി കൊടുത്തു, അവൻ സോളമന് ജ്ഞാനം കൊടുത്തു, അവൻ സോളമന് സമ്പത്ത് നൽകി, അവൻ സോളമന് പേര് പ്രശസ്തി നൽകി, അവൻ ദാവീദിന്റെ കരങ്ങളെ ഒരു യുദ്ധവീരനെ കൊല്ലാൻ തക്കവണ്ണം ശക്തമാക്കി, അവൻ മോശയുടെ കരങ്ങൾക്ക് ഭുജബലം പകർന്നു കൊടുത്ത്, അവൻ ബസാലേലിന് കഴിവും മികവും വൈദഗ്ധ്യവും കൊടുത്തു.
രണ്ട് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഓ കർത്താവ് മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവൻ അവർക്ക് സിദ്ധികൾ നൽകി. ഓരോ മകനും മകളും ദൈവത്തിൽ എളിമപ്പെട്ട്, കർത്താവേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഓ ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കണമെന്ന് യാബസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ മകനെ പ്രിയ മകളെ, നിന്റെ ബലഹീനതയിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ ഇല്ലായ്മയിലേക്ക്, നീ ഇന്ന് ഒന്നുമല്ലാതെ ഞാൻ ഇങ്ങനെ ആയല്ലോ എന്ന് വേദനിച്ചിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഈ കുടുംബങ്ങളും ഈ ഓരോ മകനും മകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ അഭിഷേകവും ശക്തിയും മികവും കഴിവുകളും പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് 1:5 എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാവേ. സഭാപ്രസംഗകന്റെ പുസ്തകം 2-ാം അധ്യായം 26-ാം തിരുലിഖിതം. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ ഇരുകരങ്ങളും കർത്താവായ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്വർഗത്തിന്റെ ഒരു അഗ്നി അഭിഷേകം വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്വർഗീയമായൊരു സമാധാനം, ഒരു സന്തോഷം, സൗഖ്യം, നിറവ്, ദൈവിക വിടുതലുകൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഉറക്കെ ഉറക്കെ യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബാധകളും വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുഃഖത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അസമാധാനം വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വഴക്കിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. വഴക്കിൻ്റെ അരുവികളെ യേശു നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഈ മേഖലകളിൽ സാത്താൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തിൽ സാത്താന്യ പീഡകളിൽ നിന്ന് വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സന്തോഷമില്ല, സമാധാനമില്ല, ആനന്ദമില്ല, എപ്പോഴും അടുപ്പ്, ക്ഷീണം, നിരാശ, മരിക്കണം മരിക്കണം ചിന്ത, എല്ലാം നിരാശയുടെ കെട്ടുകൾ, മരണചിന്തകൾ, ആത്മഹത്യ ചിന്തകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ.